മോനെ ഞാനെടുത്ത് കുപ്പയിലിടും ഒരു ദിവസം അതുവരെ ഉണ്ടാവും. ലെറ്റർ വന്നു. വാസന്തി പറഞ്ഞില്ലേ അച്ഛന് ബോംബെന്ന് കത്ത് വന്നത്? അത് ഞാനെന്ത് വേണം? നിങ്ങൾ ഇതിൽ കൊട്ടിപ്പാടിയിരിക്കണം, വേറെന്ത് ചെയ്യാൻ? നിന്റെ ആംഗലയുടെ കാര്യം എനിക്കെന്തറിയാൻ? ടൈപ്പിസ്റ്റ് ആയിരുന്ന ഏതോ ചെറ്റക്കാരിയെ കല്യാണം കഴിച്ച് ബോംബെയിലാണെന്ന കഥ തന്നെ ഞാൻ അറിയുന്നത് എത്രയോ കഴിഞ്ഞിട്ടാ. കല്യാണാലോചന നടക്കുന്ന കാലത്ത് അതാരും പറഞ്ഞിട്ടില്ലല്ലോ. ഓ, അതറിഞ്ഞ അന്ന് നിങ്ങൾ വേണ്ടാന്ന് വെക്കും തോന്നും വർത്താനം കേട്ട. കോലോ തടിച്ചോളിയായിരുന്നു നിങ്ങളുടെ അമ്മയുടെ അമ്മയ്ക്ക്. അതാരും ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴോ? ജോലി പോയി, പിന്നെ മാധവക്കുട്ടി കുടിച്ചു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ ചില ബോംബെ ഫ്രണ്ട്സിന് ആളെ അറിയാമെന്നും പറയാറുണ്ട്. ഞാൻ സ്പെൻസറിലുള്ള കാലത്ത്. ഏട്ടൻ എവിടേക്കോ എത്തേണ്ട ആളായിരുന്നു. ഈ തറവാടിന്റെ സുഹൃത്തുക്ഷ എന്നല്ലാണ്ട് എന്താ പറയാ? ഏട്ടന് നശിപ്പിച്ചതായ അമ്മയാണ്. അമ്മേ, കുട്ടിമാമയുടെ മകൾക്ക് എന്ത് പ്രായമുണ്ട്? മരിക്കുമ്പോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആർക്കപ്പൊ കൃത്യമായിട്ട് അറിയാം? നോക്കട്ടെ, 65. 66 ഞാൻ ബോംബെ വെറുതെ കണക്ക് കൂട്ടി ബുദ്ധിമാനാവാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. മാധവേട്ടന് കുട്ടി ഉണ്ടായിരുന്നില്ലെന്ന് നമുക്കറിയില്ല. അറിയാതെങ്ങനെ? നിരണ്ടനായിരുന്നല്ലേ അമ്മേ പേര് തന്നെ? റെക്കാർഡും പ്രകാരം കുട്ടിയുണ്ടോന്ന് അറിയില്ലേന്ന്. റെക്കാർഡുമേലായിരിക്കും ഇനിയിപ്പൊ കളി. ഏതോ ചട്ടക്കാരിയെ വെച്ചോണ്ടിരുന്നേ കേട്ടിട്ടുള്ളൂ. കേട്ടുകഴിവ് റെക്കാർഡല്ല. പഴയ ബിഎക്കാരനെന്ന് പറഞ്ഞ് നടന്നാ മതി. ഇതിനൊക്കെ ബുദ്ധി വേണ്ടത്. നീ എന്തിനാ എന്നോട് ചന്ദ്രകാശം എടുക്കണ ഭാർഗവി? അച്ഛന്റെ കാലശേഷം എനിക്കും എന്റെ കുട്ടികൾക്കും അവകാശപ്പെട്ടതാ ഇപ്പൊ ഉള്ളതൊക്കെ. മാധവേട്ടന്റെ അവകാശം ചോദിക്കാൻ ആ പെണ്ണ് വരുന്നെങ്കിലോ? ഓ, അങ്ങനൊരു അത്യാവത്തുണ്ടല്ലേ, അതാലോചിച്ചില്ല. 3-1 പോവുക, കുറച്ചൊന്നുമല്ല. അതാലോചിച്ചിട്ടുണ്ടോ? 3-1 ശരിക്കും നേർപകുതി. അപ്പേട്ടനൊന്നുമില്ലേ? മരിച്ച ഏട്ടത്തിന്റെ മകനും അവകാശമില്ലേ പറയും പോലെ? ഓ, അപ്പുല്ലേ, അവന് വേറിട്ടൊന്നും വേണ്ടാന്നേ. ഏട്ടത്തി മരിച്ച പിന്നെ അവനെ നോക്കിയതാരാ? അവൻ കണക്കി വെക്കാനൊന്നും പോണില്ല, എന്റെ കൂടെ ഒന്നുള്ളൂ. ചെറിയമ്മേ, നീ എവിടെയായിരുന്നു എത്ര നേരം? മരുന്ന് കിട്ടിയില്ലേ? പാടത്ത് 10-20 പഠിക്കും. ഇനി മുതൽ 2 ഷീറ്റ് വേണം. ഒന്ന് അവര് പീടികയിൽ വെക്കും. ഞാനായതുകൊണ്ട് മാത്രം എന്താന്ന് അപകടമുള്ള മരുന്നാ, സൂക്ഷിച്ചോളൂ. മരിച്ച നമ്മുടെ കുട്ടിമാമയെ കണ്ട ഓർമ്മയുണ്ടോ അപ്പേട്ടന്? ഒരിക്കൽ വിഷുവിന് മുമ്പ് അമ്മാമ്മയുടെ മകൾ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. മുത്തശ്ശിന് കത്തുണ്ട്. എന്തിന്? നമ്മളെയൊക്കെ കാണാനാണത്രേ. എനിക്കറിയാൻ കാണണ്ട. ഇതിന്റെ തള്ള കാരണമല്ലേ മുത്തശ്ശൻ കുട്ടിയമ്മയെ ആറ്റി ഇറക്കിയത്. ആദ്യം മോള് വരും, പിന്നെ മോളെ തിരിഞ്ഞ് തള്ള വരും. ഇത് മച്ചിൽ ഭഗവതിയെ കുടിവെച്ച വീടാ. ഇവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണും കയറില്ല.